സഹോദരങ്ങളെ, മക്കളോട് സ്നേഹത്തോടെ സംഭാഷണം നടത്തണം. ഒരിക്കലും മക്കളെ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, എത്ര അനുസരണക്കേട് കാണിച്ചാലും മക്കളെ ഒരു നിലക്കും തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ടി വരുന്ന നായയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്, പന്നിയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യരുത്. മക്കളെ വിളിക്കേണ്ടത് എത്ര സാഹസികമായ ഉപദേശമാണെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ വിളിയുടെ ശൈലി. അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന മകനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുന്ന വിളി യാ ബുനയ്യ ഇർകം മഅനാ, ഓ കുഞ്ഞുമോനെ, പൊന്നുമോനെ, നമ്മളോടൊപ്പം കപ്പലിൽ കയറിക്കോ മോനെ. അങ്ങനെയല്ലേ വിളിക്കുന്നത്. ആ കുട്ടിക്കൊരു പേരുണ്ട്. മുങ്ങിപ്പോകുന്ന ആ കുട്ടിക്ക് കൻആൻ എന്നൊരു പേരുണ്ട്. കൻആനെ എന്നല്ല നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത്. കുരുത്തം കെട്ട മോനെ എന്നല്ല വിളിച്ചത്, പറഞ്ഞാ കേക്കാത്തോനെ എന്നല്ല വിളിച്ചത്, വേറൊരു ഭാഷയിലുമല്ല. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ. ഒരു കാര്യം അഭ്യർത്ഥിക്കുമ്പോ, സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോ ആ ഉപദേശം തട്ടേണ്ടത് അവരെ മനസ്സിലേക്കാണ്, ബാഹ്യതലത്തിലേക്കല്ല. ഉൾക്കൊള്ളേണ്ടത് അവര് മാനസികമായിട്ടാണ്. ആ ഉപദേശമേ നിലനിൽക്കൂ. ഭൗതികമായിട്ട് ബാഹ്യമായിട്ട് സ്വീകരിക്കുന്ന ഉപദേശം, അതിന് സഹോദരങ്ങളെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇല്ലാതെയായി പോകും. അതേ സമയത്ത് നല്ലോണം കേൾക്കുന്ന ഉപദേശമാണോ, ആ ഉപദേശം പിന്നീട് തിരുത്തേണ്ടി വരില്ല. അതിന് സ്നേഹത്തോടെയുള്ള തലക്കെട്ട് വേണം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ ഉപദേശിച്ച ഉപദേശം അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആ ഉപദേശത്തിന്റെ തലക്കെട്ട് മുഴുവനും യാ ബുനയ്യ, കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ന വിളിയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ഒരു ചെറിയ നന്മ ചെയ്താലും ചെറിയ തിന്മ ചെയ്താലും അത് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനില്ലാത്ത അത്രയും ചെറുതാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. നീ ഒരു പാറക്കല്ലിന്റെ ഉള്ളിൽ പോയി മറഞ്ഞിരുന്നിട്ടാണ് ഒരു നന്മ ചെയ്തതെങ്കിലും ഒരു തിന്മ ചെയ്തതെങ്കിലും യഅതി ബിഹല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയും. അല്ലാഹു തആല ആ വിഷയം കറക്റ്റായി അറിയും. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അല്ലാഹു തആല നഗ്നനേത്രങ്ങളെ കൊണ്ടോ ഉപകരണങ്ങളെ കൊണ്ടോ കണ്ടെടുക്കാൻ കഴിയാത്ത വസ്തുക്കളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീറുൻ, മനസ്സിന്റെ ഉള്ളിലുള്ള ആന്തരിക രഹസ്യങ്ങളെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി അറിയുന്നവനാണ്. വലിയൊരു ഉപദേശം. ആ ഉപദേശം സ്വീകരിക്കുന്നതിന് മകനെ വിളിച്ചത് യാ ബുനയ്യ. അനുസരണക്കേടുള്ള മകൻ ഉപദേശം കേട്ട് നന്നായി 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 അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടൊരു വലിയായി മാറിയത്. ഉപദേശങ്ങളും കൊടുക്കണം മക്കൾക്ക്, അവരോട് കണക്ഷൻ വേണം. എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരു മുഖവുമായിട്ട് മക്കളെ സമീപിക്കരുത്. ബാപ്പയും ഉമ്മയും എപ്പോഴും ദേഷ്യത്തിന്റെ, കോപത്തിന്റെ, പ്രകോപനത്തിന്റെ, പ്രതികരണത്തിന്റെ, എപ്പോഴും കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, ആ ഒരു മനസ്ഥിതിയിലാകരുത് മക്കളെ സമീപിക്കേണ്ടത്. എപ്പോഴും മകനോട് ചൂടാകുന്ന സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കാട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു. അത് നല്ല സദസ്സല്ലേ, നല്ല 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 ഉണർവോടെ വരണം നമ്മുടെ സദസ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനവർകൾ മകനോട് എപ്പോഴും ചൂടാകും. മകന്റെ പേര് യസീദാണ്. യസീദിനോട് എപ്പോഴും ചൂടാകും. അങ്ങനെ വീട്ടിലേക്ക് ഒരു ദിവസം അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നു. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളാ. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ രണ്ടുപേരുടെയും സംഭാഷണം മകൻ അപ്പുറത്തുനിന്ന് വീക്ഷിക്കുന്നുണ്ട്. ബാപ്പയും കൂട്ടുകാരനും സംഭാഷണം നടത്തുന്നത്. ബാപ്പ ചോദിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹു അഹ്നഫ് റളിയല്ലാഹുവിനോട് ചോദിക്കാണ്, ഈ മക്കളെ പറ്റി നിങ്ങളെ വീക്ഷണം എന്താന്ന് വെച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മക്കളോ, അവര്
ഇമാദു ലുഹൂരിന വസിമാറു ഖുലൂബിന. നമ്മുടെ അവലംബമാണ് നമ്മുടെ മക്കൾ. അങ്ങനെ കാഴ്ചപ്പാടില്ലേ പലർക്കും? നമ്മുടെ അവലംബമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോ നമുക്ക് താങ്ങും തണലുമായി നിൽക്കാനുള്ളവരാ നമ്മുടെ മക്കൾ. നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് മാനസികമായിട്ട് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലാണ് അവരെ സ്നേഹിക്കുന്നത്. അവരെ കാണാതിരുന്നാൽ, അവര് നമ്മളെ കാണാതിരുന്നാലൊക്കെ ഒരു വല്ലാത്ത ബന്ധം, അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ മക്കളെ വേർപിരിയാനോ അവർക്ക് നമ്മെ വേർപിരിയാനോ ഒന്നും കഴിയില്ല ആ സ്നേഹബന്ധം കൊണ്ട്. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകനെ പറ്റി ഞാൻ എപ്പോഴും മകനോട് ചൂടാകലുണ്ട്, കയർക്കലുണ്ട്. പക്ഷെ നിങ്ങളെ ഉപദേശം കേട്ടപ്പോ എന്റെ മനസ്സാകെ തണുത്തുപോയി. ഇനി എന്റെ മോനെ കാണുമ്പോ കയർക്കാനോ ചൂടാകാനോ ഒന്നും എനിക്ക് തോന്നൂല. കാരണം നിങ്ങൾ മക്കളെ പറ്റിയുള്ള ആ താല്പര്യങ്ങളും അവലംബങ്ങളും പ്രതീക്ഷകളും പറഞ്ഞപ്പോ, ഇങ്ങനെയൊക്കെയാണോ മക്കളെ പറ്റി പ്രതീക്ഷിക്കുന്നത്? ഇത് വല്ലാത്ത ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ ചൂടായാല് കയർത്താല് ഇങ്ങനെ ഒരു പ്രതീക്ഷക്ക് ഒരു നിലക്കും ഒരു സ്ഥായിയായ ഒരു രൂപം ഭാവം കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇനി ചൂടാകുന്നില്ല. അന്ന് മുതൽ മുആവിയ റളിയല്ലാഹു അൻഹു മകനോട് കയർക്കുന്നതും ചൂടാകലും നിർത്തിയിട്ട് എന്റെ ഈ ശരീരത്തെ തണുപ്പിച്ചു തന്നതിന് എന്റെ വക നിങ്ങൾക്കൊരു 500 ദിർഹം എന്ന് പറഞ്ഞ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് 500 ദിർഹം കൊടുത്തപ്പോ അപ്പുറത്തുനിന്ന് മകൻ യസീദ് 1000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. ബാപ്പയുടെ ചൂട് തണുപ്പിച്ചതിന് നിങ്ങൾക്ക് ഞാനാണ് കൂടുതൽ തരേണ്ടത്. കാരണം ആ ചൂട് എപ്പോഴും അനുഭവിക്കുന്ന ഞാനാണ്. ചിലരങ്ങനെ ഉണ്ടാകും, തിളച്ച വെള്ളം പോലെ എപ്പോഴും. ബാപ്പ ഉമ്മ, ബാപ്പ എങ്ങനെ, ഉമ്മ എങ്ങനെ, സുബ്ഹാനല്ലാഹ്. തീക്കട്ടെ, വല്ലാത്ത തീക്കട്ട. ചൂടാകേണ്ട സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട്. ചില വിഷയങ്ങൾ കർശനമായി ഉപദേശിക്കുമ്പോൾ അപ്പോഴും സഭ്യേതര പ്രയോഗങ്ങൾ നടത്തരുത്. ഇസ്ലാമിന്റെ ശൈലിയും കാഴ്ചപ്പാടും അങ്ങനെയാണ്. കാരണം നമ്മൾ ഉപദേശിക്കുന്നവർ സ്വീകരിക്കാനാണ്. നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ വിളിക്കുന്നത് ആദ്യം തന്നെ മക്കളെ വിളിക്കുന്നത് ചെയ്ത്താനെന്നാണെങ്കിൽ പിന്നെ ചെയ്ത്താൻ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ വിളിക്കുന്നത് കൽബേന്നാണ്, പിന്നെ അത് കൽബായിരിക്കും. അപ്പൊ നമ്മൾ ആ കൽബിന്റെ വാപ്പയെന്ന് കൂട്ടിയാൽ മതി. വലിയ കൽബ് അങ്ങനല്ലേ? നായന്റെ വാപ്പക്കും നായന്റെ തള്ളക്കും വലിയ നായ വലിയ തള്ളാന്നല്ലേ പറയാം. അതേ രൂപത്തിലല്ലേ പിന്നെ കൂട്ടേണ്ടത്. അങ്ങനെ വിളിക്കാൻ പാടില്ല. എത്ര അവരനുസരണക്കേട് കാണിച്ചാലും അവരെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. പിന്നൊരു കാര്യം കൂടി പറയട്ടെ, മക്കളിൽ നിന്ന് എന്ത് അനുസരണക്കേട് വന്നാലും ബാപ്പമാരോട് ഉമ്മമാരോട് നിർദ്ദേശമുണ്ട്, പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. ചില ബാപ്പാർക്കും ഉമ്മാർക്കും അങ്ങനെ തോന്നലുണ്ട്. നമ്മളെ ദുആ അങ്ങനെ ഉണ്ട്. സത്യത്തില് നമ്മളെ ദുആ അല്ലാഹു തആല വേഗം സ്വീകരിക്കണ ദുആയാണ്. അതുകൊണ്ട് ഇന്നെ അങ്ങനെ വിഷമിപ്പിച്ച, അങ്ങനെ ബുദ്ധിമുട്ടാക്കിയ മോനെ വെറുതെ വിട്ടാ പറ്റൂല, ഒന്ന് ദ്വാരുന്നിട്ട് ഓനെ പാഠം പഠിപ്പിക്കണം. ആ ചിന്ത സ്നേഹത്തിനെതിരാ. നന്നായി കിട്ടാനാ ദ്വാരക്കേണ്ടത്. എത്ര നെറുകേട് കാട്ടിയാലും നന്നായി കിട്ടാനാ ദ്വാരക്കേണ്ടത്. എതിരായി ദ്വാരുന്നേ പിന്നെ നന്നാക്കാൻ കഴിയൂല. അത് കേടായാലും പിന്നെ ആർക്കാ നന്നാക്കാൻ കഴിയ? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മകനെ കൊണ്ടുവന്നു വാപ്പ. ഈ മകൻ എന്ത് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, ഇവനൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മഹാനവറുകളുടെ ചോദ്യം, ഹൽ ദഅഉത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലമായി നിങ്ങൾ ദുആ ചെയ്തിരുന്നോ? ബാപ്പ പറഞ്ഞു അതെ. ആ വലിയ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളല്ലേ കേടുവരുത്തി, നിങ്ങൾ നന്നായിക്കോളി, എനിക്ക് നന്നാക്കാൻ മാർഗമല്ല. ആരെ ദ്വാരക്കാൻ പറഞ്ഞ്? വലാ തദ്ഉ വലാ ഔലാദിക്കും, മക്കൾക്കെതിരെ ബാപ്പമാരെ ഉമ്മമാരെ പ്രാർത്ഥന നടത്തരുത്. അനുകൂലമായിട്ടാണ് ദുആ ചെയ്യേണ്ടത്. അവര് നന്നായി കാണാനാണ് ദ്വാരക്കേണ്ടത്. നല്ല വിട്ടുവീഴ്ചയോടുകൂടെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അവര് മോശക്കാരായി മാറാൻ നമ്മൾ ദുആ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയോ അദാബോ വരാൻ വേണ്ടി മനസ്സിൽ കരുതി ദ്വാർന്നിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നത് തിരുത്താൻ വലിയ പ്രയാസമാണ്. നമ്മൾ ദ്വാരുന്നത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആ ഖേദം പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനുകൂലമായി ദ്വാർക്കണം. നല്ലവരായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വാർക്കണം. നല്ല സ്വഭാവങ്ങൾ അവരെ ശീലിപ്പിക്കണം. നല്ല സ്വഭാവങ്ങൾ ശീലിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരോടുകൂടെ പങ്കുചേരണം.
നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നതിൽ ബാപ്പയും ഉമ്മയും അവരുടെ കൂട്ടുകാരാകണം. സ്നേഹത്തോടെ ഉപദേശങ്ങൾ നൽകണം.